ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. സുജൂദിൽ കിടക്കുമ്പോ അതാ ഉണങ്ങി നിൽക്കുന്ന മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന പാപങ്ങൾ അവിടെ നിന്ന് പൊഴിഞ്ഞു വീഴുകയാ. റബ്ബേ, പാപം പൊറുക്കുന്ന ഒരു എളുപ്പ വഴിയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പ വഴിയാണ് റബ്ബേ സുജൂദ് ചെയ്യലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ സുജൂദിനെ ദീർഘിപ്പിക്കാൻ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ എഴുന്നേറ്റ് ഓടല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ. സുജൂദിൽ കിടക്കടാ ചെറുപ്പക്കാരാ. കള്ളു കുടിച്ചല്ലോ, കഞ്ചാവടിച്ചല്ലോ, മയക്കുമരുന്ന് ഉപയോഗിച്ചല്ലോ, ഒരുപാട് നിസ്കാരങ്ങളെ കഥയാക്കിയല്ലോ, വ്യഭിചരിച്ചില്ലേ ചെറുപ്പക്കാരാ, പലിശ തിന്നില്ലേ ചെറുപ്പക്കാരോ, പടച്ചറപ്പിനെ മറന്നുകൊണ്ട് എന്തെല്ലാ പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തവനോ. ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകണ്ട്, ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകി ശുദ്ധമാകണ്ട്, ഈ പാപങ്ങളൊക്കെ പൊറുക്കണ്ടേ മോനെ. ഒരു മനുഷ്യന് സുജൂദിൽ കിടന്ന അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നിസാരമല്ല ചെറുപ്പക്കാരാ. നിസ്കാരമെന്ന് പറയുന്നത് നിസാരമല്ല, സുജൂദ് എന്ന് പറയുന്നത് നിസാരമല്ല. സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ അവയവങ്ങളെല്ലാം സുജൂദ് ചെയ്യണമല്ലോ. നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മൂക്കുണ്ടല്ലോ, രണ്ട് കൈപ്പത്തിയുണ്ടല്ലോ, കാലിന്റെ മുട്ടുകളുണ്ടല്ലോ, കാലിന്റെ വിരലുകളുണ്ടല്ലോ, ഇതെല്ലാം സുജൂദ് ചെയ്യണ്, ഇതെല്ലാം സുജൂദ് ചെയ്യണ്. ഇതിലെ ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയാൽ, ഇതിലെ ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയാ, ആ അവയവം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ ഇവന് സുജൂദ് ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നില്ല അല്ലാ. സുജൂദ് ചെയ്യാൻ വിടാത്തതിന്റെ പേരില് മൂക്ക് നീ ഭൂമിയിൽ മുട്ടിച്ചില്ലെങ്കിൽ ആ മൂക്ക് കരയുകയാണ്, നിനക്കെതിരെ ദുആ ചെയ്യുകയാ. നിങ്ങൾക്ക് സുജൂദിന്റെ വിലയറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവേ അവന്റെ ചാരത്തൊരു മലക്ക് നിൽക്കുകയാണ്. ഒരാള് നമസ്കരിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്ന അതാ ഒരു മലക്ക് അവന്റെ വലതുഭാഗത്ത്, ഇബ്ലീസ് ഇടതുഭാഗത്ത്. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇഖ്ലാസോടെ ആത്മാർത്ഥമായി പടച്ച റബ്ബേ നിസ്കരിച്ച നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യരോട്, അല്ലാഹുവേ നാളെ സുബഹിക്ക് പള്ളിയിൽ വന്ന ഖതീബിന്റെ പുറകിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു, അവിടെ നിന്ന് സലാം വീട്ടി, എന്നിട്ട് നീ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. എന്നിട്ട് മലക്ക് പറയുകയാ, മനുഷ്യ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ പാവങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഈ പോകുന്ന വഴിയിൽ നീ മരിച്ചാ സ്വർഗത്തിലാ. നാളെ ഈ പള്ളിക്കകത്ത് സുബഹി നമസ്കരിക്കാൻ വരുന്ന ചിലര് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ള സന്തോഷ വാർത്ത അവരോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, പടച്ചവനെ, രണ്ടാമതൊരു വിഭാഗമുണ്ട്. അവര് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ പറയുന്നു, നഷ്ടവാളി, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, പാവങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം പാഴാക്കി കളഞ്ഞല്ലോ. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. തൗബ ചെയ്യാതെ അടുത്ത വഖത്തിന് മുമ്പ് നീ മരണപ്പെട്ടാൽ
എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും പ്രഭാതത്തിൽ ഈ ദിക്ർ ചൊല്ലിയാൽ പ്രദോഷം വരെ അവനെ പരീക്ഷണത്തിന്റെ ഒരു വേദനയും വേദനിപ്പിക്കുകയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രഭാതത്തിൽ സുബഹി നമസ്കാരത്തിന്റെ സമയം സുബഹി കഴിഞ്ഞല്ലെങ്കിൽ എപ്പോഴെങ്കിലും പ്രഭാതത്തിന്റെ സമയത്തിൽ ഈ പറയുന്ന ഒരു ദിക്ർ ഒരു മനുഷ്യന് പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന്റെ ഒരു വേദന, സഹിക്കാൻ കഴിയാത്ത വേദന അല്ലാഹുവിന് കൊടുക്കുകയില്ല. ആരെങ്കിലും പ്രദോഷത്തിലും പ്രഭാതത്തിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രദോഷത്തിൽ പറഞ്ഞാൽ പ്രഭാതത്തിൽ പറഞ്ഞാൽ അവന് പ്രതിഫലം കിട്ടുന്ന ഒരു വലിയ ഉപകാരമുള്ള ഒരു ദിക്റ. എന്റെ പ്രിയപ്പെട്ടവരെ, താങ്ങാൻ കഴിയാത്ത വേദനകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഇത് മാറ്റിക്കിട്ടുവാനുള്ള വഴി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദുആയ, പക്ഷെ നമ്മൾ പറയാറില്ല. നമ്മളൊക്കെ പഠിച്ചവരാണ്, ഇതിന്റെ മഹത്വം നമുക്കറിയുന്നവരാ, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്നതിലൂടെ അന്നത്തെ ഒരു ദിവസം നിന്റെ പ്രയാസം അല്ലാഹു നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദനകളും വിഷമങ്ങളും തരുന്നില്ല. അത് രാവ് പറഞ്ഞാൽ എങ്ങനെ, രാത്രിയിൽ പറഞ്ഞാൽ എങ്ങനെ, പകല് പറഞ്ഞാൽ എങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇൽമ പഠിക്കുന്ന ഒരു ദുആ പഠിക്കുകയാണ്. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്ങാൻ കഴിയാത്ത വേദനകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലേക്ക് ദുആ ചെയ്യാൻ പറഞ്ഞവർ, അല്ലാഹു എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പറയുകയാ, അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒന്നവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹു അവന് പദവി കൊടുക്കുകയാണ്, സ്ഥാനമാനങ്ങൾ കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ചെറുപ്പക്കാരാ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കണമല്ലോ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നടന്നു പോകുന്ന ഹാദിമായി പോകുന്ന ചെറുപ്പക്കാരനാ, അല്ലാഹുവിന്റെ പ്രവാചക ചെറുപ്പക്കാരനാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് യാത്ര പോയി. നബി തങ്ങൾ രാത്രി കിടക്കുമ്പോ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന് കാവലിരിക്കുകയാ. നബി തങ്ങൾക്ക് അവിടെ നിൽക്കണമല്ലോ, അവിടെ ഒതുപെടുക്കണമല്ലോ. നബി തങ്ങൾ നോക്കുമ്പോ വല്ലാത്ത തണുപ്പാ, വല്ലാത്ത തണുപ്പാട്. നബി തങ്ങൾ അവിടെ നിന്ന് ചിന്തിക്കുന്നു, റബ്ബേ അല്ലാ, എങ്ങനെയാ അല്ലാ പടച്ചോ. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചൂടുവെള്ളവുമായി കടന്നു വരികയാ. നബി തങ്ങളുടെ മുമ്പിലേക്ക് ചൂടുവെള്ളവുമായിട്ട് അവിടുന്ന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതാ നബിയെ ചൂടുവെള്ളം ഒതുവെടുക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമാണ്. പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ രാത്രി അവിടെ ഉറങ്ങിയിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒതുവെടുക്കുന്നതിന് വേണ്ടി കൊടുക്കാ വീടിന്റെ പുറത്ത് വെള്ളവും തയ്യാറാക്കി കാത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ അത്ഭുതപ്പെടുകയാണ്. എന്തൊരു സ്നേഹമാ പടച്ചവനെ.
ഈ ചെറുപ്പക്കാരൻ എന്നോട് എന്ത് സ്നേഹമാ പടച്ചവന്, ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കാനാ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. കാരണം ആ ചെറുപ്പക്കാരൻ നബിതങ്ങളെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്, നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് ആ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂലിന് സ്നേഹം കൂടിയപ്പോ അവിടുന്ന് ചോദിക്കുന്നു, റബിയ നിനക്കെന്ത് വേണം റബിയ, മോനെ നിനക്കെന്താണ് വേണ്ടത്, നീ എന്ത് വേണമെങ്കിലും ചോദിക്ക്, ഞാൻ നിനക്ക് തരാ. അല്ലാഹുവിന്റെ പ്രവാചകന് റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ് അസ്അലുക മുറാഫതക ഫിൽ ജന്ന. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്ത് ചോദിച്ചാലും തരുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത് സമ്പത്തായിരുന്നില്ലോ, അധികാരമായിരുന്നില്ലോ, കേറിക്കിടക്കാ വീടായിരുന്നില്ലോ, കഴിക്കാ ഭക്ഷണമായിരുന്നില്ലോ, ധരിക്കാ വസ്ത്രമായിരുന്നില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് നബി തങ്ങളെ, എനിക്ക് സ്വർഗ്ഗത്തിനങ്ങയുടെ കൂടെ നടക്കണം നബിയേ, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിനും അങ്ങയുടെ കൂടെ ഇതുപോലെ നടക്കണം നബിയേ, എനിക്ക് അങ്ങയുടെ സാമീപ്യം വേണം നബിയേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിനും എനിക്ക് അങ്ങയുടെ കൂടെ കടന്നു വരണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പ്രതീക്ഷിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുകയാ, ഔ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കടാ ചെറുപ്പക്കാരാ, ഈ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ നടക്കലല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? ഈ ദുനിയാവിന് നിനക്ക് എന്തെങ്കിലും വേണോ? എന്ത് ചോദിച്ചാലും തരുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സ്വർഗ്ഗം വേണമെന്നല്ല പറഞ്ഞത്, സ്വർഗ്ഗം വേണമെന്നല്ല പറഞ്ഞത്, സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടക്കണമെന്നാണ് പറയുന്നത്. നബി തങ്ങളോട് പറയുകയാ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, എനിക്ക് സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, എന്റെ ആഗ്രഹം അതാണ് നബിയേ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാ, മോനെ സ്വർഗ്ഗത്തിൽ നാളെ എന്റെ കൂടെ നടക്കണോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ നടക്കണോ? നടക്കാ ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഫഅനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നബി തങ്ങൾ പറയുന്നു, റബിയ സുജൂദിനെ അധികരിപ്പിക്കണേ റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നമസ്കരിക്കടാ പൊന്നുമോര്, നിന്റെ കഴിവിന്റെ പരമാവധി നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ സുജൂദുകൾ ചെയ്യൂ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യൂ, നിസ്കരിക്കടാ റബിയ. നാളെ ആരാരും തിരിഞ്ഞു നോക്കാറില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചു നിന്നെ ഞാൻ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാം. നീ സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരനാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ നടക്കാ റബിയ. അതിനവിടുന്ന് സുജൂദുകൾ അധികരിപ്പിക്കാൻ നബി തങ്ങൾ പറയുമ്പോ, പടച്ചറപ്പേ
വയത് കേൾക്കാമെന്ന ചെറുപ്പക്കാരാ, ഈ ഉറൂസിനെ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ആരിഫായ ഒരു മഹാനിന്റെ ഉറൂസിൽ വന്നിട്ട് അവസാന ദിവസം വഅദിന്റെ മജ്ലിസിൽ വന്നിരുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ഒരാമീൻ പോലും പറയാ മനസ്സില്ലാതെ റോഡിലൂടെ തെക്ക് വടക്ക് കടകൾ കയറിയിറങ്ങി നടക്കുന്ന പെങ്ങള്, പർച്ചേസ് നടത്താൻ ഒരുപാട് അവസരമുണ്ട് മോള്, അതിനൊരുപാട് മാർഗമുണ്ട് മോള്. പക്ഷേ അല്ലാഹുവിന്റെ ആരിഫായ ഒരു മഹാനിന്റെ ഉറൂസിന് വന്നിട്ട് മോളെ, അല്ലാഹു നിനക്ക് ഇതുപോലെ ഒരു അവസരം തരുമ്പോ മജ്ലിസിനകത്ത് കയറിയിരുന്ന പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ മനസ്സില്ലാതെ നടക്കുന്ന പെങ്ങള്, എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് സ്വർഗം തരാമെന്നല്ലോ, നബി തങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയോ, നാളെ പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ഒരു മനുഷ്യനും ചിന്തിച്ചാൽ അവന് പിടികിട്ടാത്ത, നിന്റെ ചിന്തകൾക്കപ്പുറത്ത് നീയൊക്കെ സ്വപ്നത്തിൽ പോലും കാണാത്ത പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കണോ, എന്റെ കൂട്ടുകാരനാകണോ, എന്റെ സാമീപ്യം നിനക്ക് വേണോ? നബി തങ്ങൾ പറയുകയാ, നിസ്കരിക്കണോ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യ്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരായി സ്വർഗത്തിൽ നടക്കണോ ചെറുപ്പക്കാരാ? അതിന് നീ പണം കൊടുക്കാൻ അല്ലാഹു പറഞ്ഞില്ല, ഉറക്കമൊഴിയാൻ അല്ലാഹു നിന്നോട് പറഞ്ഞില്ല, രാവും പകലും തലകുത്തിക്കിടന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുന്നില്ല. മണിക്കൂത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം 5 നേരം 5 സമയങ്ങളിൽ ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിന്റെ തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ചിട്ട് പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിച്ച് പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കഴിയുമോ ചെറുപ്പക്കാരാ? വാപ്പാ നിനക്ക് സമയമുണ്ടോ? എന്റെ ഉപ്പമാരെ സമയമുണ്ടോ? ഈ പള്ളിയുടെ പരിസരത്ത് കിടന്നാൽ നിസ്കരിക്കാൻ വരാത്തവരുണ്ടല്ലോ. ഇന്ന് പടച്ചവനെ ഈ നാടൊക്കെ മാറിയല്ലോ, 2 സൈഡിലും വലിയ വലിയ കടകളാണല്ലോ. ഈ കടയിലെ കച്ചവടം ചെയ്യുന്നത് ഏകദേശമുള്ളവർ മുഴുവനും മുസ്ലിമീങ്ങളാണല്ലോ. സഹോദര, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ നിസ്കരിക്കാൻ എത്ര കച്ചവടക്കാരാണ് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ ചാരത്ത് കടന്നിട്ട് പോലും വരാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അതുകൊണ്ടാണോ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഒരുപാട് ദൂരമുള്ള വീടുകളിൽ നിന്ന് വാപ്പമാര് നടന്ന് നടന്ന് നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നിസ്കരിക്കാൻ വരുന്നുണ്ടല്ലോ. 5 നേരം നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാരെ കണ്ടിട്ട് പോലും നിസ്കരിക്കാൻ മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോയിട്ട് ആ സ്വർഗമൊന്ന് കാണാനോ, ആ സ്വർഗത്തിൽ നിന്ന് ചോദിക്കുവാനോ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ഒന്നടിക്കാനുള്ള, ഒന്ന് ശ്വസിക്കാനുള്ള യോഗ്യതയെങ്കിലും നേടിയെടുക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെന്ന് പറയുന്നു, റബിയ, സ്വർഗത്തിലെ നാളെ എന്റെ സാമീപ്യം നിനക്ക് വേണോ? സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവിടെന്ന് നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ. പടച്ചവനെ, സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഉസ്താദേ, കടയിൽ കച്ചവടമില്ല, വല്ലാത്ത പ്രയാസമാണ്, സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവര്, ജീവിതത്തിൽ സമാധാനമില്ലെന്ന് പറയുന്നവര്, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളിലധികം പേർക്ക് നിസ്കരിക്കാൻ വയ്യ, പള്ളിയിൽ വരാൻ വയ്യ. ലൈന ശകറതും ലഅസീദന്നകും വലൈന കഫറതും മിൻ അദാബി ലശദീദ്.
യുരീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആരാ നിനക്ക് കച്ചവടം തന്നത്? ആരാണ് നിനക്ക് കട തന്നത്? ആരാ നിനക്ക് സമ്പത്ത് തന്നത്? ആരാ നിനക്ക് ആരോഗ്യം തന്നത്? പടച്ച റബ്ബല്ലേ സഹോദരാ. നിനക്കെല്ലാം വാരിക്കോരി തന്നത് പടച്ച റബ്ബല്ലേ. അല്ലാഹനെ മറന്ന, അല്ലാഹനെ നന്ദി കാണിക്കാതെ വന്നാൽ, എടാ റോഡിലൂടെ നടന്നു പോകുന്ന, നിന്റെ വീടിന്റെ മുമ്പിലൂടെ, നിന്റെ കടയുടെ മുമ്പിലൂടെ സഞ്ചരിച്ചു പോകുന്ന, ആ നടന്നു പോകുന്ന ഒരു നായിക്ക് നീ തിന്നാ ഭക്ഷണം കൊടുത്തു നോക്ക്, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തു നോക്ക്. നിന്നെ പിന്നെ എവിടെ വെച്ച് കണ്ടാലും അതവിടന്ന് വാല് കാട്ടിയിട്ട് നന്ദി കാണിക്കുമല്ലോ. പക്ഷേ നിനക്ക് അല്ലാഹു എല്ലാം വാരിക്കോരി തന്നു കഴിഞ്ഞപ്പോ, ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ 5 നേരം ചെന്ന് സുജൂദ് ചെയ്യാനും മനസ്സില്ലാത്തവര്, അല്ലാഹനെ തരാ മാത്രമല്ല വാപ്പാ, അല്ലാഹനെ തരാ മാത്രമല്ല ചെറുപ്പക്കാരാ, തന്നത് തിരിച്ചെടുക്കാനും അല്ലാഹുവിന് പവറുണ്ടെന്ന് നീയൊക്കെ മറന്നു പോകരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹന്റെ സ്വർഗം വേണോ? പടച്ചവനെ മക്കാമിൽ നിന്ന് ഇറങ്ങുമ്പോ ഭക്ഷണം കഴിക്കുന്ന ഇസ്മായിലിന്റെ വീട്ടിൽ വെച്ച് കണ്ടപ്പോ പല ചെറുപ്പക്കാരും മുടിവര വളർത്തിയിട്ട്, ഈ ചെറുപ്പക്കാര് പോലും അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണേ, ഈമാനുള്ളവര് മരണം കെട്ടാ ദുആ ചെയ്യണേ. പറഞ്ഞ പല ചെറുപ്പക്കാരുടെയും പാന്റ് വല്ലാതെ കീറിക്കിടക്കുകയാണ്. ഔറത്ത് പോലും തുറന്നിട്ടിരിക്കുന്ന പാൻറിട്ട ചെറുപ്പക്കാര്, പെണ്ണുങ്ങളെ പോലെ പൊടി വളർത്തിയ ചെറുപ്പക്കാര്. പടച്ചവനെ പറയുന്നത്, ഉസ്താദേ ഈമാനുള്ള മരണത്തിന് വേണ്ടി ദുആ ചെയ്യണേ, ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ നീ അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. കുറ്റം പറയുകയല്ല ചെറുപ്പക്കാരാ, അല്ലാഹുവോട് ഞാനും നിങ്ങളും എല്ലാവരും ചോദിക്കുന്നു, നല്ല മരണം താ, നല്ല മരണം താ. സാധാരണ മരണം പോരാ, സാധാരണ മരണം പോരാ, വെള്ളിയാഴ്ച മരിക്കണം, ഷഹീദിനെ പോലെ മരിക്കണം, ഒളുവോടുകൂടി മരിക്കണം, സ്വർഗം കണ്ടിട്ട് മരിക്കണം, തൗബ ചെയ്തിട്ട് മരിക്കണം, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് മരിക്കണം, നബിതങ്ങളെ കാണണം, ജിബ്രീലിന്റെ സാന്നിധ്യം ഉണ്ടാകണം, മരണവേദന കുറയണം. ചെറുതൊന്നുമല്ല അല്ലാഹുവോട് ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് അതുകൊണ്ട് പറയുകയാ, നിസ്കരിക്കുക വാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കടാ. നിസ്കരിച്ചു കഴിഞ്ഞാ അല്ലാഹു മരിക്കുന്ന കാലം വരെ നിനക്ക് ഭക്ഷണം തരുമല്ലോ. പടച്ചവനെ മനോഹരമായ ഒരു മരണം അല്ലാഹു തരുമല്ലോ. എടാ ഏത് രീതിയിലും അല്ലാഹു നിനക്ക് ഭക്ഷണം തരുമല്ലോ. എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. രാവും പകലും കടന്ന് കഷ്ടപ്പെടുന്ന യുവത്തവേ, എങ്ങനെയെങ്കിലും കുടുംബത്തെ പോറ്റാൻ നെട്ടോട്ടമോടുന്ന ചെറുപ്പക്കാരാ, മോനെ അല്ലാഹു എങ്ങനെയാണ് ഭക്ഷണം തരുന്നതിനുള്ള ചരിത്രം ഞാൻ പറഞ്ഞു തരാ. പടച്ചവനെ, ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവരികയാണ്. ഹുബൈബിനോട് പറഞ്ഞു, ഹുബൈബേ മതം മാറിയിട്ട് ഞങ്ങളുടെ കൂടെ കടന്നു പാടാ. ഈ പുതിയ മതം കളഞ്ഞിട്ട് പഴയ മതത്തിലേക്ക് നീ തിരിച്ചു വാ, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും ഹുബൈബ്, നിന്നെ ഞങ്ങൾ കൊന്നുകളയും ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്, അല്ലാഹുവിന്റെ റസൂലാണ് എനിക്ക് വലുത്. പടച്ചവനെ, ഹുബൈബിനോട് അവര് പറഞ്ഞു, ഹുബൈബേ നിന്നെ ഞങ്ങൾ കൊല്ലുമടാ. എന്ത് പറഞ്ഞിട്ടും ഹുബൈബ് മതം മാറുന്നില്ല. അവസാനം അവര് തീരുമാനമെടുത്തു, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ. എല്ലാവരും പറഞ്ഞു, അതാ തൂക്കുകയറ് റെഡിയാക്കാറ്. ഹുബൈബിന് പച്ചവെള്ളം പോലും കുടിക്കാൻ കൊടുക്കരുത്. ഹുബൈബിനെ കൊണ്ടുപോയി ജയിലിലടയ്ക്കാൻ പറയുകയാണ്. ചെറുപ്പക്കാരനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലിനകത്ത് കൊണ്ടടച്ചിട്ടിരിക്കുകയാണ്. ഒരു തുണ്ട് ഒരു കുടിക്കാൻ അല്പം വെള്ളമോ ഭക്ഷണവും കൊടുക്കാൻ പാടില്ല. ഹുബൈബ് പട്ടിണി കിടക്കട്ടെ. ഹുബൈബിന്റെ ജയിലിന്റെ മുമ്പിലാണ് തൂക്കുകയറ് റെഡിയാക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാം.
തന്റെ റൂമിന്റെ മുമ്പിൽ, തന്റെ ജയിലിന്റെ മുമ്പിൽ തൂക്കിക്കൊല്ലാനുള്ള കയറിങ്ങനെ കെട്ടുന്നത് ഹുബൈബിന് കാണാം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ജയിലിനകത്ത് കിടക്കുകയാ. അപ്പോഴാണ് ശത്രുവിന്റെ മകളുണ്ടല്ലോ, ശത്രുവിന്റെ മകളുടെ ചെറിയ കുഞ്ഞുണ്ടല്ലോ, പടച്ചവനെ വീടിനകത്ത് നിന്ന് ഇറങ്ങി ഇറങ്ങി പോകുകയാണ്. ആ പാല് കുടിക്കുന്ന ചെറിയ കുഞ്ഞുണ്ടല്ലോ, ആ ചെറിയ കുഞ്ഞിങ്ങനെ നടന്ന് നടന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അടച്ചിട്ടിരിക്കുന്ന ജയിലിനകത്ത് കടന്നു ചെല്ലുകയാ. പടച്ചവനെ കുഞ്ഞിനെ കാണാതെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവന്റെ പെങ്ങളുണ്ടല്ലോ, പടച്ചവനെ അവിടുന്ന് കുഞ്ഞിനെ കാണാതെ തെരഞ്ഞു നടക്കുകയാ. അവസാനം തെരഞ്ഞു വരുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിലാ കുഞ്ഞിങ്ങനെ ഇരിക്കുകയാ. ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയുണ്ട്. ശത്രുവിന്റെ മകളുടെ മോന് കഥാ മടിത്തട്ടിലിരിക്കുകയാണ്. ആ പെണ്ണിന് വല്ലാത്ത പേടിയായി. ഹുബൈബ് എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്ന് പേടിയായി. റബ്ബേ, അവസാനം ആ പെണ്ണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ ഹുബൈബ് തങ്ങളെ നഖം വെട്ടുകയാ. തൂക്കിക്കൊല്ലാൻ പോകുകയല്ലേ, അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് നഖമിങ്ങനെ വെട്ടുകയാണ്. ഹുബൈബ് തങ്ങളുടെ മടിത്തട്ടിലാ കുഞ്ഞിരിക്കുന്നുണ്ട്. ഹുബൈബ് തങ്ങളൊന്നും ചെയ്തില്ല. ആ പെണ്ണ് പറയുകയാണ്, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ആ പെണ്ണ് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഹുബൈബിനെക്കാലം നല്ല ഒരു, അതിനെക്കാല് ഹുബൈബിനെ പോലെ ഒരു നല്ല അടിമയെ ഞാൻ കണ്ടിട്ടില്ല, ഇതുപോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഹുബൈബ് തങ്ങൾ ആ കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് നഖം വെട്ടുകയാ. എന്തിനാ ഒരുങ്ങുകയാണ്, മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പടച്ചവനെ ആ പെണ്ണ് പറയുകയാ, ഞാൻ ഹുബൈബിന്റെ ജയിലിനകത്ത് കടന്നു ചെല്ലുമ്പോ കടിക്കാൻ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ജയിലിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ഹുബൈബിന്റെ മുന്നിൽ ചെല്ലുമ്പോ ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരിയിരിപ്പുണ്ട്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജയിലിനകത്ത് ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരിയിരിപ്പുണ്ട്. ആ പെണ്ണ് പറയുകയാ, ആ സമയത്ത് ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയമാ. ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയത്ത് ജയിലറയ്ക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ ജയിലിനകത്തിരുന്ന് മുന്തിരി തിന്നുന്നത് ഞാൻ കണ്ടു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ഹുബൈബിന് ഭക്ഷണം കൊടുത്തത് ആരാടാ? പടച്ച റബ്ബല്ലേ. എന്തിനാ ഹുബൈബിന് കൊടുത്തതെന്നറിയോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ, നിന്റെ അവസാനത്തെ മോഹമെന്താ? നിന്റെ അവസാനത്തെ അഭിലാഷമെന്താ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഞാൻ പറഞ്ഞാ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? അവര് പറഞ്ഞു, നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തൂക്കിലേറ്റുന്നതിന് മുമ്പ് പറഞ്ഞ ആഗ്രഹം എന്തെന്നറിയോ? എന്നെ വെറുതെ വിടണമെന്നല്ലോ, എന്നെ കൊല്ലരുതെന്നല്ലോ. ഹുബൈബ് തങ്ങൾ പറയുന്നു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കണം, എന്നെനിക്കൊന്ന് സുജൂദ് ചെയ്യണം. എന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് വേണം എനിക്ക് കഴുകുമരത്തിൽ കയറാൻ. എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ശത്രുക്കൾ അവിടെ നിന്ന് സമ്മതിക്കുകയാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ഒതുപെടുത്തിട്ട് വന്ന് 2 റക്അത്ത് നിസ്കരിച്ചടാ ചെറുപ്പക്കാരാ. അവിടെ നിന്ന് പെട്ടെന്ന് നമസ്കരിച്ചു. എന്നിട്ട് സ്വലാം വീട്ടി, എന്നിട്ട് സുജൂദിൽ കിടന്നു. എന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ, എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ആദ്യമായിട്ടാ ചെറുതോതി നിസ്കരിച്ചത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മോഹമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മതിയായിട്ടല്ല. ഹുബൈബ് എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്.
ഒന്ന് ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്ന് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, റബ്ബേ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നമസ്കാരം പെട്ടെന്ന് നിർത്താനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ നമസ്കാരം നീണ്ടാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. മരിക്കാൻ പേടിച്ചിട്ടാണ് ഞാൻ നിസ്കാരം നീട്ടിയതെന്ന് ഇവന്മാര് ചിന്തിക്കും. പടച്ചവര്, എനിക്കൊരു പേടിയുമില്ല അല്ലാ, എനിക്കൊരു പേടിയുമില്ല അല്ലാ. ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്ന് പടച്ച റബ്ബിനോട് യാത്ര പറയുകയാ. എഴുന്നേറ്റടാ ചെറുപ്പക്കാരാ, തൂക്കിയിട്ടിരിക്കുന്ന കഴുകുമരത്തിലേക്ക് തൂക്കുകയറിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഉബൈബ് തങ്ങളുടെ കാല് കെട്ടി, ഉബൈബ് തങ്ങളുടെ കൈ കെട്ടി. ശത്രുക്കള് പറഞ്ഞു, അവൻ ചാകുന്നത് അവന്റെ മുഖം ഞങ്ങൾക്ക് കാണണം, അവന്റെ മുഖം മറയ്ക്കാൻ പാടില്ല. ഉബൈബ് തങ്ങളുടെ കൈകാലുകൾ കെട്ടിയിട്ട് കഴുത്തിൽ കയറിട്ടു. എന്നിട്ട് കയറിങ്ങനെ മുറുക്കുകയാ. ഹുബൈബ് തങ്ങളോട് ശത്രുക്കൾ വന്ന് പറഞ്ഞു, ഹുബൈബേ ചെറുപ്രായമാടാ ഹുബൈബേ, ഇപ്പോഴേ മരിക്കണോ ഹുബൈബേ? നീ മതം മാറണ്ട, നീ ഇസ്ലാം മതം വലിച്ചെറിയണ്ട. മുഹമ്മദിന് ഒരു മോശമായ ഒരു വാക്കു പറ. അല്ലാഹുവിന്റെ റസൂലിന് മുഹമ്മദ് നബിയെ കുറിച്ച് എന്തെങ്കിലും മോശമായ ഒരു വാക്ക് പറ, നിന്നെ ഞങ്ങൾ വെറുതെ വിടാമടാ ഹുബൈബ്. ഹുബൈബ് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ പറയൂല. ശത്രുക്കള് ദേഷ്യമായി ഹുബൈബ് തങ്ങളുടെ വയറ്റിലും നെഞ്ചിലും കുന്തം ഇങ്ങനെ കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. ജീവനുള്ള ചെറുപ്പക്കാരന്റെ ശരീരത്ത് നിന്ന് ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ ഹുബൈബ് തങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ല. ഹുബൈബ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഉബൈബ് തങ്ങള് കരയുകയാണ്. ഉബൈബ് തങ്ങള് കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോ താഴെ നിന്നവന്മാരെ കളിയാക്കുകയാ. കരയുകയാണോ ഹുബൈബ്? ഹുബൈബിനെ പരിഹസിക്കുകയാണ്. പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. ഉബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ സഹിക്കാൻ കഴിയാതെ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു പിടയുകയാ. അപ്പോഴാ വരുന്നടാ ചെറുപ്പക്കാരാ, അല്ലാഹുവേ കഴുകുമരത്തിൽ കടന്ന് മരണവപ്രാളത്തിൽ പിടയുന്ന ഹുബൈബിന്റെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. മരണവപ്രാളത്തിൽ പിടയുന്ന ഹുബൈബിനോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന, ഹുബൈബേ വിളിച്ചു പറയടാ, വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയടാ ഹുബൈബേ. ശഹാദത്ത് കലിമ വിളിച്ചു പറയാൻ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴുകുമരത്തിൽ കടന്ന് മരണവപ്രാളത്തിൽ പിടയുമ്പോ ഹുബൈബ് കരയുന്നത് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവന്മാര് കേൾക്ക്. ഹുബൈബ് തങ്ങളെ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ശഹാദത്ത് കലിമ വിളിച്ചു പറയുകയോ. പേടിച്ചു പോയടാ. ചിരിച്ചു കൊണ്ടിരുന്നവന്മാരുടെ കണ്ണ് തെള്ളുകയോ. അവര് ഭയന്നു പോയല്ലോ, അവര് ഭയന്നു പോയല്ലോ. മലക്കുകൾ ചോദിക്കുന്ന, കരയുകയാണോ ഹുബൈബ്? കരയാതടാ ഹുബൈബ്. കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ ഹുബൈബ്, ചിരിക്കടാ ഹുബൈബ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ
ഉപ്പാ, നിന്റെ വാപ്പ മരിച്ചപ്പോ ചിരിച്ചതിന്റെ കാരണം നിനക്ക് മനസ്സിലായോ? അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് പറയുകയാ, നിന്റെ വാപ്പ മരിക്കുന്ന സമയത്ത് 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച ഉപ്പമാര് മരിച്ചല്ലോ, ഉമ്മമാര് മരിച്ചല്ലോ. നിങ്ങളാരും പറഞ്ഞു കൊടുക്കാതെ അവര് പറഞ്ഞില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ അവര് വിളിച്ചു പറഞ്ഞില്ലേ? എങ്ങനെ പറഞ്ഞതാണെന്നറിയോ? അള്ളാന്റെ മലക്കുകൾ പറഞ്ഞു കൊടുത്തു, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. ആള് വേണ്ട ചെറുപ്പക്കാരാ, ആള് വേണ്ട വാപ്പമാര്, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, ശഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട, മലക്കുകൾ പറഞ്ഞു തരുമല്ലോ. ചിരിക്കടാ ഹുബൈബേ, വാപ്പ ചിരിച്ചില്ലേ, ഉമ്മ ചിരിച്ചില്ലേ? മയ്യത്ത് ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. എല്ലാ മയ്യത്തുകളും ഓർമ്മയില്ല, ചില മയ്യത്തുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ചിരിച്ചുകൊണ്ട് കിടന്ന മയ്യത്ത് ഓർമ്മയില്ല. പല ഹാജിയാക്കന്മാരെയും കണ്ടിട്ടില്ല, പല ചെറുപ്പക്കാരെയും കണ്ടിട്ടില്ല, പല ഉമ്മമാരെയും കണ്ടിട്ടില്ല. ചിരിക്കുന്ന മുഖത്തോടെ കടന്നില്ലേ? അത് മലക്കുകൾ പറഞ്ഞു ചിരിക്കാൻ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളോട് പറഞ്ഞു, ഹുബൈബ് കിബിലയുടെ നേരെ തലവെക്കുകയാ. തൂക്കിലേറ്റുമ്പോഴും കിബിലയുടെ നേരെ തലവെച്ചു. ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു, അവന്റെ തല പിടിച്ച് തിരിക്ക്. അങ്ങനെ കിബിലയുടെ നേരെ നിന്നിട്ട് ചാകണ്ട. എത്ര നോക്കിയിട്ടും ഹുബൈബിന്റെ തല തിരിഞ്ഞില്ലടാ. അള്ളാന്റെ കഅബാലയത്തിന്റെ നേരെയാ ഹുബൈബ് തങ്ങൾ തല വെച്ചത്. ആ തല അതുപോലെ കിടന്നു. കഅബാലയത്തിന്റെ നേരെ തല വെച്ചിട്ടാ ഹുബൈബ് ഷഹീദായത്. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബ്, ആ ഹുബൈബിന്റെ ജനാസ കാണാ ശത്രുക്കളുടെ തിരക്കായിരുന്നു. കാരണം ഹുബൈബിന്റെ കണ്ണ് തള്ളിയിട്ടില്ല, മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല, ഹുബൈബിന്റെ കൈകാലുകൾ ഇങ്ങനെ പിടിച്ചിട്ടില്ല. ഹുബൈബ് ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ശത്രുക്കള് ചോദിച്ചു, ഹുബൈബേ എന്തൊരു ചിരിയാടാ ഹുബൈബേ. ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ. എത്രയോ പേര് ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായി. എന്റെ ചെറുപ്പക്കാരാ, നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണോ? അല്ലാഹുവേ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ പറഞ്ഞു, ഇവിടം അടിക്കാൻ വിടരുത്, ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ, ഒറ്റ ഒരുത്തനെയും തൊടാൻ വിടരുത്. ഹുബൈബ് തങ്ങളുടെ ജനാസ അവിടെ തൂക്കിയിട്ട് കാവല് നിൽക്കുകയാ. അള്ളാന്റെ റസൂലിന് സങ്കടമായി, നബി തങ്ങൾക്ക് സങ്കടമായി. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, എന്റെ ഹുബൈബിനെ ഖബറടക്കുന്നതാരാ?